നിങ്ങളൊക്കെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരുപക്ഷെ സാമ്പത്തികമായ സഹായമായിരിക്കും. മക്കളെ കെട്ടിക്കാനോ അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ മാതാപിതാക്കളെ ചികിത്സിക്കാനോ മക്കളെ ചികിത്സിക്കാനോ ഇങ്ങനെ വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ഒരുപാട് ആളുകളെ സഹായിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിരിച്ചെങ്കിലും സഹായിച്ചിട്ടുണ്ടാവും. അങ്ങാടിയിലൂടെ പോകുമ്പം ഭിക്ഷാടനം നടത്തുന്നവർക്ക് ചില്ലറ കൊടുത്തിട്ടെങ്കിലും സഹായിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു സഹായം സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ നിങ്ങൾ ഒരാൾക്ക് സന്തോഷം കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു സഹായമാണ്. നിങ്ങളുടെ സാന്നിധ്യം ഒരാൾക്ക് സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവുക എന്നതും അദ്ദേഹത്തിന് നൽകുന്നൊരു സഹായമാണ്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മുടെ സാന്നിധ്യം കൊണ്ടോ സാമ്പത്തികം കൊണ്ടോ ശാരീരികം കൊണ്ടോ ആളുകളെ സഹായിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മൾ അറിയാതെയോ അറിഞ്ഞോ സഹായിക്കാറുണ്ട്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നമ്മൾ സഹായിക്കുന്നവരുണ്ടല്ലോ, അവരിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ സഹായിച്ചിട്ടുണ്ടോ എന്നാണ്. അതായത് നമ്മളൊരാളെ സാമ്പത്തികമായിട്ട് സഹായിക്കുകയാണ്. നമ്മൾ സാമ്പത്തികമായി സഹായിക്കുന്നതിൻ്റെ ലക്ഷ്യം അദ്ദേഹത്തിൽ നിന്ന് മറ്റെന്തോ തിരിച്ച് കുറച്ച് കഴിഞ്ഞാൽ ലഭിക്കും എന്നാണ്. അല്ലെങ്കിൽ ശാരീരികമായി സഹായിക്കുകയാണ്. അതിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിൽ നിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചെന്തെങ്കിലും വാങ്ങണം എന്നാണ്. ഇങ്ങനെ ഉദ്ദേശമില്ലാതെ കണ്ണടച്ച് നിങ്ങൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ അത്തരം സഹായങ്ങളാണ് എന്നും മനസ്സിന് കുളിർമ നൽകുന്നത്. തിരിച്ചെന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള സഹായം അതൊരിക്കലും ഒരു സഹായമാണോ, ഹെൽപ്പിംഗ് ആണോ? യഥാർത്ഥത്തിൽ അല്ല. നമ്മളൊരു സാധനം കൊടുക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ മറ്റൊരു സാധനം അദ്ദേഹത്തിൽ ഇങ്ങോട്ട് വാങ്ങുന്നു, ഒന്ന് കൊടുക്കുന്നു പകരം മറ്റെന്തോ വാങ്ങുന്നു. സഹായമാകുന്നത് നമ്മൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, പിന്നെ കിട്ടുമോ ഇല്ലേ എന്നത് വേറെ വിഷയം, നമ്മൾ കൊടുക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ സഹായിക്കുമ്പോഴാണ് നമ്മുടെ സഹായങ്ങളെല്ലാം വളരെ കളർഫുള്ളാകുന്നത്. നമുക്ക് സഹായിക്കണം, ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി വേണം. ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും കഴിവില്ലാത്തവരെ സാമ്പത്തികമായിട്ട് സഹായിച്ചും ബലഹീനരെ ശാരീരികമായി സഹായിച്ചും ഇങ്ങനെ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ ചെയ്യുമ്പം അത് വലിയ സഹായമായിരിക്കും. അത്തരം സഹായം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെയാകുമ്പോൾ അതിന് വളരെ ഭംഗിയുണ്ടാവും. എല്ലാവരെയും സഹായിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ സ്വതക്കകളിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്, അവരുടെ എല്ലാ രോഗങ്ങളും അള്ളാഹു ശിഫ നൽകട്ടെ എന്നും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും.